നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അവസാന ഭാഗത്തുള്ള പ്ലേലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മൊമെൻറ്റം എന്ന് നോക്കാം. മാസ് എം, വെലോസിറ്റി വി ആണെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് വി. So P equal to mv. A cricketer draws his hands backward in the act of catching the ball. One reason is that the cricketer allows a longer time for his hands to stop the ball. കൈ താഴ്ത്തി പിടിച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ആ ടൈം ഇൻ്റർവൽ കൂടും, പക്ഷേ ഫോഴ്സ് ഗ്രേറ്റർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഗ്രേറ്റർ ഇസ് ദ ഫോഴ്സ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്ര കൂടുതലാണോ അത്രയും ഫോഴ്സും കൂടുതലായിരിക്കും. We can now define Newton's second law of motion. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. ഇനി ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം നോക്കാം. So F proportional to delta P by delta T, or F equal to K into delta P by delta T. K is a constant of proportionality. Now if you consider the limit delta t tends to 0, വളരെ ചെറിയ ടൈം ഇൻ്റർവലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി പി ബൈ ഡി ടി എന്നായിരുന്നു. സോ ദ ഇക്വേഷൻ ഇസ് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ മാസ് അങ്ങനെ വേരി ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി അല്ല, അപ്പോൾ നമുക്ക് മാസ് പുറത്തേക്ക് എടുക്കാം. സോ കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ. Now, what is dv by dt? Change in velocity with respect to time. dv by dt, rate of change of velocity. It is acceleration. So, F equal to k into ma. dv by dt is acceleration. F equal to k into ma. Or if you consider k as 1, k നമ്മൾ constant 1 ആയിട്ടാണ് എടുക്കുക. So, F equal to dp by dt or equal to ma. അത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ മറ്റൊരു ഫോമാണെന്ന് തന്നെ പറയാം. എഫ് ഈക്വൽ ടു എം എ എന്നുള്ള റിലേഷൻ. ഇഫ് മാസ് ഈക്വൽ ടു 1 കിലോഗ്രാം ആൻഡ് ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദെൻ ഫോഴ്സ് നമുക്ക് എഴുതാം 1 ന്യൂട്ടൺ, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. അപ്പോൾ 1 ന്യൂട്ടൺ ഇസ് ദാറ്റ് ഫോഴ്സ് വിച്ച് കോസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ടു എ മാസ് ഓഫ് 1 കിലോഗ്രാം. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് മാസ് 1 ആകുമ്പോൾ ആക്സിലറേഷൻ 1 ആകുമ്പോൾ ഫോഴ്സ് 1 ആണ്, 1 ന്യൂട്ടൺ ആണ് എന്ന് പറഞ്ഞാൽ ഏത് ഫോഴ്സ് ആണോ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേറ്റ് ചെയ്യുന്നത് ആ ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. എഫ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സപ്പോസ് എഫ് ഈക്വൽ ടു 0, ഫോഴ്സ് 0 ആണെങ്കിൽ ആ ഇക്വേഷൻ 0 ആയല്ലോ, പക്ഷെ മാസ് കനോട്ട് ബി 0. ഓക്കെ. ഇഫ് ദ ഫോഴ്സ് ഇസ് 0 ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഈക്വൽ ടു 0, കാരണം മാസ് 0 ആവില്ല ഒരിക്കലും. അപ്പോൾ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഓർ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് സെക്കൻഡ് ലോ ഇസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പ്രൂഫ് that the first law is contained in the second law. ലോയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലോ ലഭിക്കും. നെക്സ്റ്റ് പോയിന്റ്, the second law of motion is a vector law. അതായത് വെക്ടർ എന്ന് പറയുമ്പോൾ 3 കമ്പോണൻസ് നമുക്ക് അതിൽ നിന്ന് എഴുതാനാവും. അതായത് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു 3 equations, 1 for each component of the vector. Third point, in the equation F equal to ma, F includes only the external forces. അടുത്ത 4ാമത്തെ പോയിന്റ്, in the equation F equal to ma, acceleration at any instant is determined by the force at that instant. Now we'll consider law of conservation of momentum. This law states that total momentum of an isolated system of interacting particles is conserved. Isolated systemത്തിന്റെ കേസിൽ ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. കൺസേർവ്ഡ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ്.
അപ്പോൾ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. സോ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ ടി 0 ആവില്ലല്ലോ, ടൈം ഇൻ്റർവൽ ഒരിക്കലും 0 ആവില്ലല്ലോ. ദെൻ ഡെൽറ്റ പി ഷുഡ് ബി ഈക്വൽ ടു 0. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 മീൻസ് മൊമെൻറ്റം ഡസ് നോട്ട് ചേഞ്ച് ഓർ മൊമെൻറ്റം റിമെയിൻസ് constant. That means total momentum of an isolated system is conserved, momentum constant. Okay, so ഈ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് law of conservation of momentum prove ചെയ്യാം. Friction is the resistive force that opposes the relative motion between two solid surfaces in contact. So friction എന്ന് പറയുന്നത് it's an opposing force, resistive force ആണ്. And there are two types of friction, static friction and kinetic friction. ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. ഒരു ബോഡി മറ്റൊരു സർഫസിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൽ ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിക്കോസ് ഇറ്റ് ആക്ട്സ് വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ആൻഡ് ആസ് യു ഇൻക്രീസ് ദ അപ്ലൈഡ് ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. പക്ഷേ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആസ് യു ഇൻക്രീസ് ദ അപ്ലൈഡ് ഫോഴ്സ്, ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. ബട്ട് അപ് ടു എ സർട്ടൺ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ മാത്രമേ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആസ് യു ചേഞ്ച് ദി അപ്ലൈഡ് ഫോഴ്സ്, ആസ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ്, ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഡയറക്ഷനിലാവണം നിർബന്ധമില്ല. ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത്. എങ്ങനെയാണോ അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഈസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. First point, the maximum value of static friction or limiting friction is directly proportional to normal reaction, or you can write Fs max equal to mu s into m, where mu s is called coefficient of static friction. Ee oru value mu s, it's a constant and depends on the nature of the surfaces in contact. മുകളിൽ എഴുതിയ ഇക്വേഷനിൽ നിന്ന് മ്യൂസിനൊരു വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ എം. സെക്കൻഡ് പോയിന്റ് നോക്കൂ. ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. തേർഡ് പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് that comes into play between two surfaces when they are in relative motion with respect to each other. Kinetic friction is directly proportional to normal reaction. Kinetic friction Fk ആണ് denote ചെയ്യുക. Fk equal to mu k into n, where mu k is coefficient of kinetic friction. Second point, independent of area of contact. മറ്റൊന്നും കൂടി ഇതിലുണ്ട്. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ ആയതുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെലോസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇനി ഒരു ഗ്രാഫ് നോക്കൂ. എലോങ് എക്സ് ആക്സിസ് യു ഹാവ് അപ്ലൈഡ് ഫോഴ്സ്, എലോങ് വൈ ആക്സിസ് റെസിസ്റ്റീവ് ഫോഴ്സ്. റെസിസ്റ്റീവ് ഫോഴ്സ് മീൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റീവ് ഫോഴ്സ് കൂടുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പോർഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് മാക്സിമം, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, എഫ് എസ് മാക്സ്. ദെൻ അഗൈൻ ഇഫ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഇൻക്രീസ്, ഇറ്റ് റിമെയിൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ്, കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ
static friction. Okay, mu k is less than mu s. So frictional force കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ what is acceleration? A equal to F minus Fk divided by m. എന്തുകൊണ്ടാണ് F minus Fk വന്നത്? ക്യാപിറ്റൽ F അപ്ലൈഡ് ഫോഴ്സ് ആണ്, Fk കൈനറ്റിക് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഓപ്പോസിങ് ഫോഴ്സാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ F minus Fk എന്നെടുത്തത് ഡിവൈഡഡ് ബൈ m. Now, if the applied force on the body is removed, applied force നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താ കിട്ടുക? മൈനസ് Fk ഡിവൈഡഡ് ബൈ m. ആ മൈനസ് സൈൻ ഷോസ് ദാറ്റ് ബോഡി കംസ് ടു റിട്ടാർഡേഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? when a body slides over the surface of another body. Okay, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ നിരങ്ങി നീങ്ങുക. സ്ലൈഡിംഗ് മീൻസ് നിരങ്ങി നീങ്ങുക. അപ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുക. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ when a body rolls over the surface of another body. It is called rolling friction. സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും രണ്ടും കൈനറ്റിക് ഫ്രിക്ഷനാണ്. And rolling friction is always less than sliding. Circular motion. If the circular path has radius capital R, if the uniform speed is v, then v square by r ആണ് acceleration. Okay, acceleration of a body moving in a circle, v square by r. ഈ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ടുവേഴ്സ് ദി സെൻറ്റർ. ഈ ആക്സിലറേഷനാണ് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. കറസ്പോണ്ടിങ് ആയിട്ട് ദർ ഇസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc equal to mv square by r, centripetal force. Motion of a car on a level road. Okay, അതായത് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന കാറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാറിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, വെയ്റ്റ് mg, വെർട്ടിക്കലി ഡൗൺവേർഡ്. ഫിഗറിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ദെൻ നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ N, വെർട്ടിക്കലി അപ്വേർഡ്. പിന്നെ ഇത് രണ്ടും അല്ലാതെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദി ടയർ ആൻഡ് ദി ഗ്രൗണ്ട്, റോഡ് അല്ലേ? റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യം, ദർ ഇസ് നോ ആക്സിലറേഷൻ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അതായത് കാർ ഇങ്ങനെ ലെവൽ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഈ കാറ് മുകളിലേക്കും മൂവ് ചെയ്യുന്നില്ല, താഴേക്കും മൂവ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദർ ഇസ് നോ ആക്സിലറേഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് ഇല്ല എന്നർത്ഥം. or n minus mg equal to 0 or n equal to n. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ there should be some centripetal force. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോർമൽ റിയാക്ഷന് കഴിയില്ല, വെയ്റ്റിന് കഴിയില്ല. കാരണം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്, ക്യാൻസൽ ചെയ്തു. ഓക്കെ, പിന്നെ ഏത് ഫോഴ്സാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ഈ കാറിൽ ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദി ഗ്രൗണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കണം ഏത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻ ടു എൻ. വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ആർ ഡിവൈഡഡ് ബൈ ഓർ എന്നിന് പകരം എം ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എം ക്യാൻസൽസ്, വിൽ ഗെറ്റ് മ്യൂ എസ് ആർ ജി. അതിൽ നിന്ന് മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാസ് ഇല്ല അല്ലേ? കാറിൻ്റെ മാസ് എന്ത് തന്നെയായാലും ഒരു പെർട്ടിക്കുലർ റോഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകാവുന്ന മാക്സിമം സ്പീഡാണ് മ്യൂ എസ് ആർ ജി. മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് നോക്കാം. In order to avoid skidding of a vehicle at a curved road, the outer edge of the road is raised above the inner edge. This is called banking of road. ഒരു curved റോഡിൽ സ്കിഡിങ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നു? റോഡിൻ്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ അല്പം ഉയർത്തി റോഡ് കൺസ്ട്രക്ട് ചെയ്യും. സെൻട്രിപിറ്റൽ ഫോഴ്സ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ ബാങ്കിങ് ഓഫ് റോഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എത്ര ആംഗിളിലാണോ നമ്മൾ ഈ ഔട്ടർ എഡ്ജ് ഉയർത്തുന്നത്, ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത്
angle by which the outer edge of the rod is raised with respect to the inner edge. By raising the outer edge of the rod, a part of its normal reaction is also available for increasing the centripetal force. നേരത്തെ ലെവൽ റോഡിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമായിരുന്നു. നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻ്റ് കൂടി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. ഫിഗർ ശ്രദ്ധിക്കാം. ആദ്യത്തെ ഫിഗർ ഓൺ എ ലെവൽ റോഡ്. അവിടെ നമുക്ക് മനസ്സിലായതാണ് ആകെ ഫ്രിക്ഷൻ മാത്രമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ നോക്കൂ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോർമൽ റിയാക്ഷൻ ഉണ്ട്, ദെൻ വെയ്റ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ്, നോർമൽ റിയാക്ഷൻ ആ സർഫസിന് നോർമലായിട്ട്, പിന്നെ അതുകൂടാതെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ആ ചെരിഞ്ഞ സർഫസിലൂടെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ 3 ഫോഴ്സസാണ് ഇവിടെ ആകെ ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സസ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. എത്ര മാക്സിമം സ്പീഡിൽ ഈ വെഹിക്കിളിന് ഒരു ബാങ്ക് റോഡിലൂടെ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദിസ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ദെൻ ഫോഴ്സസ് ഏതൊക്കെയാണ് നോക്കൂ. നോർമൽ റിയാക്ഷൻ n, then mg weight vertically downward. In normal reaction it is divided into 2 components, vertical component and horizontal component. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കോസ് തീറ്റ, n കോസ് തീറ്റയാണ് ഈ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ നോർമൽ റിയാക്ഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് n സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നോർമൽ റിയാക്ഷൻ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വെർട്ടിക്കൽ കമ്പോണൻറ്റ് n കോസ് തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് n സൈൻ തീറ്റ. പിന്നെ mg വെർട്ടിക്കലി ഡൗൺവേർഡ്. പിന്നെ ആക്ട് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സും നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഇത് തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ തന്നെയാണ്. അപ്പോൾ ഇതാണ് എഫിൻ്റെ ആക്ച്വൽ ഡയറക്ഷൻ. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എലോങ് ദിസ് ഡയറക്ഷൻ എഫ് കോസ് തീറ്റ. അതാണ് ഇവിടെ 2 ആരോ മാർക്ക് ഇട്ടത്. ഒരു ആരോ n സൈൻ തീറ്റയെ സൂചിപ്പിക്കുന്നു, മറ്റേത് എഫ് കോസ് തീറ്റ. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്താണ്? എഫിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എലോങ് ദിസ് ഡയറക്ഷൻ, ദറ്റ് ഈസ് എഫ് സൈൻ തീറ്റ. ദിസ് ഇസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് mg വെയ്റ്റ്. നോർമൽ റിയാക്ഷൻ n കോസ് തീറ്റ ആയിട്ടും n സൈൻ തീറ്റ ആയിട്ടും റിസോൾവ് ചെയ്തു. അതുപോലെ ഫ്രിക്ഷൻ എഫ് എങ്ങനെ റിസോൾവ് ചെയ്തു? എഫ് സൈൻ തീറ്റ ആൻഡ് എഫ് കോസ് തീറ്റ. ഇപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സസും, അതായത് എന്നും എഫും 2 കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. mg അങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, കാരണം വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അതിന് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ലല്ലോ, നേരെ താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. നമുക്കറിയാം ബാങ്ക്ഡ് റോഡിലുള്ള ഒരു വെഹിക്കിളിൻ്റെ കേസിൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0 ആണ്. കാരണം ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആക്സിലറേഷൻ എലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് 0. ഓക്കെ, ഓർ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് n കോസ് തീറ്റ ഈക്വൽ ടു mg പ്ലസ് എഫ് സൈൻ തീറ്റ. ഇതാണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, mg പ്ലസ് എഫ് സൈൻ തീറ്റ. ഇനി നമുക്കുള്ള ഫോഴ്സ് ഇതാണ്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? n, അതായത് നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റും ഉണ്ട്, ഫ്രിക്ഷൻ്റെ ഒരു കമ്പോണൻറ്റും ഉണ്ട്. അതായത് n സൈൻ തീറ്റ ആൻഡ് എഫ് കോസ് തീറ്റ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഈ വെഹിക്കിളിന് അല്ലെങ്കിൽ ഈ കാറിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ബാക്കിയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് 2 മാത്രമാണ്. സോ ദിസ് പ്രൊവൈഡ്സ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ വി ക്യാൻ റൈറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ കമ്പോണൻസ് ഓഫ് n ആൻഡ് f, ദറ്റ് ഈസ് n സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഈ 2 കമ്പോണൻസ് ചേർന്നാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ n സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈക്വൽ ടു mv²/r. എഫിന് പകരം μsn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് n കോസ് തീറ്റ ഈക്വൽ ടു mg പ്ലസ് μsn സൈൻ തീറ്റ.
Similarly, equation 2 becomes n sin theta. Then equation 2. അതിൽ എഫിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n sin theta plus mu s n cos theta equal to mv square by r. ഈ mu s n ഉള്ള ടേം ഇപ്പുറത്തേക്ക്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് n into cos theta minus mu s sin theta equal to mg. n equal to mg by cos theta minus mu s sin theta. അപ്പോൾ 5 നമുക്ക് 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 4 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഇക്വേഷൻ 4 ബിക്കംസ് ലൈക്ക് ദിസ്. എന്നിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോക്കൂ, എന്നിൻ്റെ ഇക്വേഷൻ എം ജി ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എം ജി ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആറിൽ നമ്മൾ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് എൻ എന്നെടുത്തതുകൊണ്ട് വി ഈക്വൽ ടു വി മാക്സ് എന്നെഴുതി. എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ മാക്സ് ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് മാക്സിമം സ്പീഡ്. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരിക്കും. യു വിൽ ഗെറ്റ് എം ജി ഇൻറ്റു tan theta plus mu s divided by 1 minus mu s tan theta equal to right hand side അതുപോലെ തന്നെ എഴുതി എം വി മാക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. നമുക്ക് വേണ്ടത് വി മാക്സ് ആണ്. വി മാക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. So this is the maximum safe speed of a vehicle moving on a banked road. So ഈ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും. The maximum possible speed of a car on a banked road is greater than that on a flat road. Now suppose friction is absent, അതായത് mu s equal to 0. mu s 0 കൊടുത്തു കഴിഞ്ഞാൽ you will get v equal to square root of rg tan theta. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.